എത്ര വർഷം ഇത് ഞാൻ എൻ്റെ പുറകിനെ പ്രേമിച്ച് നടന്നാണെന്നറിയാവോ? 5-6 വർഷം പ്രേമിച്ചിട്ട് എന്നെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. അന്നേ എൻ്റെ വീട്ടുകാർ പറഞ്ഞതാ ഇയാൾ ചതിക്കും നിന്നെയെന്ന്. പക്ഷെ ഞാനതൊന്നും കേട്ടില്ല. വീട്ടുകാരെയും നാട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരെയും വെറുപ്പിച്ചിട്ട് ഞാൻ ഇയാളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇയാൾ ചെയ്തതോ, വേറൊരു പെണ്ണിനെ കണ്ടപ്പം ആ പെണ്ണിനെ കൂടെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. എന്നിട്ട് എന്നോടൊരു പറച്ചിൽ, എടി അവളെ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലെന്ന്. എൻ്റെ മനസ്സ് അങ്ങ് അലിഞ്ഞു. ഞാൻ വിചാരിച്ച് പോട്ടെ, എന്നെപ്പോലെ ഒരു പെണ്ണല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അതിനെയും കൂടി ഇവിടെ കൊണ്ടുവരാൻ ഞാൻ അന്നേക്ക് അനുവദിച്ച്. അതാ ഇപ്പം ഞാൻ ഈ അനുഭവിക്കുന്നത്. ഒരു ഭാഗം അവളെ ഒരു പാവം കണ്ടു കഴിഞ്ഞാൽ അവളാണ് ഇവിടുത്തെ മഹാറാണി എന്ന് വിചാരിക്കും. അങ്ങനെ വരുന്നുണ്ട് മഹാറാണി. ആ ചേച്ചി, എനിക്കൂടെ എടുത്തൊരു കോഫി. രാവിലെ തൊട്ട് എഴുന്നേക്കത്തുമില്ല, ഇപ്പം വന്നിട്ട് എന്നോട് ആജ്ഞാപിക്കുന്നു കോഫി കൊടുക്കാൻ. ഉണ്ടെങ്കിൽ തന്നാൽ പോരെ. ചേച്ചി കോഫി കഴിക്കുന്നത് കണ്ട് ഏത് വകയിലാടി ഞാൻ നിൻ്റെ ചേച്ചിയാകുന്നത്? വേണ്ട, നിൻ്റെ പ്രായം തന്നെ ഉള്ളു എനിക്കും. എനിക്ക് കൂടുതൽ പ്രായമൊന്നുമില്ല. അതുകൊണ്ടേ നീ എന്നെ ചേച്ചിന്ന് വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി കേട്ടല്ലോ. ഓ അയ്യോ, നിന്നെ സ്ഥാനം കൊണ്ട് ഞാൻ എന്നെ വിളിച്ചെന്നേ ഉള്ളൂ. ഓ, ഞാൻ ലേശം ബഹുമാനം ഇരിക്കട്ടെന്ന് വിചാരിച്ച് തന്നെയാണ് ചേച്ചിന്ന് വിളിച്ചത്. അല്ല, എനിക്ക് ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ബേബി എപ്പോഴും പറയും ചേച്ചി ചേച്ചിന്ന് വിളിക്കാനെന്ന്. അതുകൊണ്ട് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. എനിക്ക് വലിയ ആവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ബേബിയെ പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എനിക്കിത് കിട്ടണം, എനിക്കിത് തന്നെ കിട്ടണം. നിന്നെപ്പോലെ ഒരുത്തിയാണല്ലോ ഞാൻ ഇങ്ങോട്ട് വലിച്ചു കയറ്റിക്കൊണ്ട് വന്നത്. എൻ്റെ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഞാൻ അനുവാദം കൊടുത്തത് നിന്നെപ്പോലെ ഒരുത്തിയെ കൊണ്ടുവരാനാണല്ലോ. സന്തോഷമുണ്ട്. എന്താണ് പ്രശ്നം? എന്താ ചേച്ചി കോഫി കഴിക്കുന്നത് കണ്ട് അപ്പം ഞാൻ ചോദിച്ചു, എനിക്കൂടെ ഒരു കോഫി താന്ന്. ഉണ്ടെങ്കിൽ തന്നാൽ പോരെ, പ്രശ്നം തീരത്തില്ലേ? അപ്പം ആരെ പ്രശ്നം ഉണ്ടാക്കിയത്? ഞാനാണോ ചേച്ചിയാണോ? ചേച്ചിയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് ബേബി? എടി എടി എടി, എൻ്റെ 3 പിള്ളേരുടെ തന്തയായത്. ആ തന്തയാണ് നീ ഇപ്പോഴാണെങ്കിൽ പിടിച്ച് നീ ബേബി ബേബി എന്ന് പറഞ്ഞാൽ. നിനക്ക് നാണമുണ്ടോ എടി ബേബി ബേബി എന്ന് വിളിച്ച് പുറകിന് നടക്കാൻ? എടി എടി, നിനക്കാണെങ്കിൽ നിന്നെക്കാട്ടി എത്ര വയസ്സിന് മൂത്തടി ആ മനുഷ്യന്. ആ മനുഷ്യനെ എന്തുവടി നീ വിളിക്കുന്നത്? അയ്യോ, അവിടെ ഒരു അഹങ്കാരം. ദേ, ചേച്ചി എന്ന് വിളിച്ച് നാക്കോണ്ടേ എന്നെക്കൊണ്ട് വേറൊന്നും വിളിപ്പിച്ചേക്കരുത്. പറഞ്ഞേ, എനിക്ക് എന്നെ തന്നെ പിടിക്കത്തില്ല ചില സമയങ്ങൾ, അറിയാമല്ലോ ബേബി. അവള് നിന്നെ ഒന്ന് ചേച്ചിന്ന് വിളിച്ചതിന് എന്താ? സ്ഥാനം കൊണ്ട് നീയല്ലേ മൂത്തത്. അവള് നിന്നെ ചേച്ചി എന്നല്ലേ വിളിക്കേണ്ടത്. പ്രായമൊന്നും ഇതിനകത്ത് കാര്യമില്ലല്ലോ. നിനക്ക് ബഹുമാനം തരുന്നതല്ലേടി അവള്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ദൈവമേ, ഇവിടെ വിചാരം കണ്ട എല്ലാവരും വിചാരിക്കും ഇവൾ ആദ്യത്തെ ഭാര്യയെന്ന്. അയ്യടി, എൻ്റെ അധികാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിനക്ക്. ഞാൻ ബേബി ചേട്ടൻ്റെ ആദ്യത്തെ ഭാര്യ. ഞാൻ പറയുന്നത്, ഈ വീട്ടിൽ നിനക്കുള്ള സ്ഥാനം തന്നെ ഉണ്ട് എനിക്കും. എൻ്റെ സ്ഥാനം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിനക്ക്. എന്തായാലും ബേബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോട് തന്നെ. അത് നിനക്കും അറിയാവുന്നതാണല്ലോ. പിന്നെന്താ? ഓ, നീ വലിയ ശീലാവതി. പിന്നിങ്ങാന്ന് രാത്രി ബേബി ചേട്ടൻ എന്നോട് പറഞ്ഞു എന്നെ മക്കളെ മാത്രമേ ഉള്ളൂ ഇഷ്ടം, പിന്നെ നിന്നെ സഹിക്കുന്നു, അത്രേ ഉള്ളൂ. ഓടി. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ അടുക്കൽ അധികം വിളച്ചിലെടുത്തോണ്ട് വരല്ലേ. നല്ല വർത്തമാനമൊന്നും എൻ്റെ അടുക്കൽ വേണ്ട കേട്ടല്ലോ. ആ, ബേബി ചേട്ടൻ ഇവള് പറയുന്നതൊക്കെ ബേബി ചേട്ടൻ കേട്ടോ. ഇവർക്ക് എന്തോ അഹങ്കാരമാണെന്ന് നോക്കിക്കേ. ഒരു പണി ചെയ്തു തരത്തില്ല. ഒന്ന് സഹായിക്കല്ലോ ഇവക്ക് എന്നെ കൂടെ. ഒന്ന് സഹായിച്ചാൽ എന്താ? ചേട്ടനെങ്കിലും ഒന്ന് പറയല്ലോ ഇവളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചു തരാൻ. ചേട്ടനൊന്ന് പറയേയില്ല. അതാ ഇവക്ക് ഇത്ര അഹങ്കാരം. അവളെന്ത് കാണിച്ചാലും ചേട്ടൻ മിണ്ടാതെ. എടി, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. നീ എൻ്റെ ആദ്യ ഭാര്യ, ഇവളെൻ്റെ രണ്ടാമത്തെ ഭാര്യ. നിങ്ങൾ 2 പേരും കൂടെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാമെന്നും പറഞ്ഞല്ലേ നമ്മൾ ജീവിതം തുടങ്ങിയത്. പിന്നെ എന്തിനാടി നിങ്ങൾ 2 പേരോട് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ബേബി, റൂമിലോട്ടൊന്ന് വന്നേ ബേബി. ഞാൻ പോവാന്നേ, റൂമിലോട്ടൊന്ന് വരണേ. ഞാനിപ്പം വരാം മോളെ. അവൾ കിടന്ന് വിളിക്കുവല്ലേ നിങ്ങളെ. ഓ, ഓടിച്ചെല്ല്. ഇങ്ങനൊരു മനുഷ്യന് അവൾ